വണ്ടി ഞാൻ പറഞ്ഞ കള്ളക്കഥകളൊക്കെ വിശ്വസിച്ചു. ആ പ്രേതം പറയാൻ ബാക്കി വെച്ച കഥ അതിന് അവൾക്ക് പറയാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ അവൾ ഇവിടുന്ന് കെട്ടിക്കും. ആ കഥ ഇനി ആരും അറിയാൻ പോകുന്നില്ല. അന്ന് ശരിക്കും നടന്നത് എന്താന്ന് വെച്ചാ, താമരെ ഇതിന്റെ അവസാനത്തെ പോക്കടി. ബ്രേക്കില്ലാത്ത സ്കൂട്ടിയിൽ പോയി വല്ല ലോറിക്കിടയിൽ പെടുന്നു. നോക്കിക്കോ താമരെ, ഇന്നെ അവസാനത്തെ പോക്ക. ഇവര് താമരം ചേച്ചിനെ കൊല്ലാൻ നോക്കാണോ? അയ്യോ, ഇത് ഞാൻ എന്താ ചെയ്യാ? ഇത് താമര ചേച്ചി ഇപ്പൊ തന്നെ അറിയിച്ചാലോ? എന്താ ചെയ്യാ ഇപ്പോ? നിന്റെ അവസാനത്തെ പോക്കാടി ഇത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? താമര ചേച്ചിനെ കൊല്ലാൻ പോവാണോ നിങ്ങള്? ഞാൻ എന്താ ചെയ്തിട്ടാ കൊച്ചു നീ പറയുന്നേ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. നിങ്ങൾ സത്യം പറഞ്ഞോ? നിങ്ങൾ താമരേശിനെ കൊല്ലാൻ ശ്രമിക്കല്ലേ? നിങ്ങളല്ലേ ആ സ്കൂട്ടറിന്റെ ബ്രേക്ക് കേടെടുത്തിയത്? കൊച്ചെ, അന്യായം പറയരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാനത് കണ്ടതാ. ഞാൻ ഇപ്പൊ തന്നെ താമര ചേച്ചിയോട് പറയാൻ പോവാ. നോക്കിക്കോ, നിങ്ങളുടെ എല്ലാ കളികളും ഇപ്പൊ തീർത്തരാം ഞാൻ. കൊച്ചെ, ഞാനിത് ഈ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പോവാ. നിങ്ങൾ ഇത്രയും വലിയ ദുഷ്ടിയായിരുന്നോ? അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഉള്ളിലൊരു നന്മ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങളെ ശരിക്കും ചെയ്താൻ തന്നെയാ. കൊച്ചെ, നീ ആരോടും ഇവിടെ കണ്ടത് പറയില്ല. ഞാൻ പറയും, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ തനി സ്വരൂപം നിങ്ങളുടെ മകനും മരുമകളും എല്ലാരും അറിയട്ടെ. നീ പറയോ? ആ, ഞാൻ എന്തായാലും പറയൂ. നീ ഉണ്ടല്ലോ ആരോടും പറയാൻ പോകുന്നില്ല. ഞാൻ പറയും 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 പറയും. അത്ര കൈയോടി നീ. എന്നെ വീട്, ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവരോടും. എന്നെ വീട്, ഞാൻ എല്ലാവരോടും നിങ്ങൾ സത്യം പറഞ്ഞു കൊടുക്കും. എന്നെ വീട്ടേക്ക്, എന്നെ വീട്ടേക്ക്. എന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്നെ എന്തെങ്കിലും ചെയ്താ എന്താ സംഭവിക്കുക? അതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? എന്നെ വീട്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എന്നെ വിടാനായിട്ട്. ഇല്ല മോളെ, നിന്നെ ഞാൻ വിടത്തില്ല. അതൊന്നുമില്ല. അത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. അമ്മേ, അവളൊരു പാവമല്ലേ? എന്തിനാ അമ്മ വെറുതെ അതിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അമ്മക്ക് എന്തിന്റെ ശാപം കിട്ടും? ഞാൻ ഉപദ്രവിക്കോ ഉപദ്രവിക്കാതിരിക്കോ എന്തേലും ആയിക്കോണം. ഞാനാ ഇവൾക്ക് വേലക്കാരി എന്ന ഇതിന് ചെലവ് കൊടുക്കുന്നത്. മനസ്സിലായോ? എന്ന് കരുതേ ഞാൻ ഇവിടെ എന്ത് ചെയ്താലും എനിക്ക് ആന്റിയോട് ഒരു കാര്യം പറയണ്ടേ? നീ അത് പറഞ്ഞോ പിന്നെ നിന്റെ അമ്മയുണ്ടല്ലോ ഈ ലോകത്തിന് തന്നെ അങ്ങ് പോകും. എന്താ മോളെ, എന്താ അപ്പാര? ഒന്നുമില്ല ആന്റി, ഞാൻ വെറുതെയോ? എന്തോ നിനക്ക് പറയാനുണ്ടല്ലോ. ആന്റി, ഒരു കാര്യം ചെയ്യോ? ആന്റി ഒന്ന് എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുമോ? അത് ചോദിക്കാനായിരുന്നു. അതെന്തിനാ മോളെ? എന്റെ അമ്മയെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആന്റി വരില്ലേ? പിന്നെന്താ, ആന്റി വരാലോ. ആരുടെ സമ്മതം വാങ്ങിയിട്ട് അവളുടെ കൂടെ പോവാന്ന് പറഞ്ഞത്? അത് വരട്ടെ, നിനക്ക് എവിടുന്ന ഈ വീട്ടിൽ ഇത്ര അധികാരം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് നീ ആരാ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളും. നിനക്കെന്താ? അമ്മേ, ഞാൻ ഈ വീട്ടിലെ മരുമോളാ, അതമ്മ മറക്കരുത്. നീ എന്റെ മകനെ പറ്റിച്ച് വന്നതല്ലേടി? അതെനിക്ക് നല്ലോണം അറിയാം, നന്നായിട്ടും അറിയാം. ഓക്കെ അമ്മേ, അതിനിപ്പോ എന്താ? ഞാൻ എന്തായാലും ലില്ലിയുടെ കൂടെ പോവാൻ, ലില്ലിയുടെ വീട്ടിലേക്ക്. അതെ ചേച്ചി, അതാ നല്ലത്. ചേച്ചി വാ എന്റെ വീട്ടിലേക്ക്, അത് സേഫോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ലില്ലി മോളെ. നീ അവളെ രക്ഷിക്കാൻ നോക്കണല്ലേ? അതെ, എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെ എനിക്ക് എന്റെ താമര ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞിനെ തൊട്ടേ എനിക്കിവിടെ ആകെ ഒരു ആശ്രയം താമര ചേച്ചി മാത്രമാണ്. എനിക്കങ്ങനെ താമര ചേച്ചി കൊലയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണല്ലേ? പക്ഷെ നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതെന്റെ വാക്കാ. എന്നാ വാ, നമുക്ക് പോവാം. താമര ചേച്ചി, അതി പോണ്ട. അതെന്താ ചേച്ചി? എനിക്ക് സ്കൂട്ടർ പേടിയാ. നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവാം, അതാ നല്ലത്. ആ ചേച്ചി, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. അമ്മേ, എന്നാ ഞങ്ങൾ പോവാ. ഏട്ടനോടൊന്ന് പറഞ്ഞേ. വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് പോയി പറഞ്ഞോ, എനിക്ക് അതിനൊന്നും സമയമില്ല. അമ്മേ, ഞാൻ പറഞ്ഞോളാം ഏട്ടനോട്. അമ്മ കഷ്ടപ്പെടണ്ട. ഓട്ടോ ചെലവുള്ള പൈസയ്ക്ക് സ്വന്തമായിട്ട് അങ്ങ് കൊടുത്തേക്കണം, പറഞ്ഞാ വേണ്ട. അമ്മേ, അതൊന്നും ഇല്ലാതെ ഞാൻ ഇവളുടെ കൂടെ പോകും തോന്നുന്നുണ്ടോ? അതെ, പൈസ ഞാൻ കൊടുത്തോളാം. അത് ഞാൻ തന്ന പൈസ അല്ലേ? ഉളിപ്പുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്റെ പൈസ ഉപയോഗിക്കാൻ? പിന്നെ ജോലി ചെയ്ത പൈസക്ക് എന്താ ചെയ്യാ? ജോലി ചെയ്ത പൈസക്ക് അത് തന്ന ആള് പറയുന്നത് പോലെ ചെലവാക്കാൻ പാടുന്നൊക്കെ ഉണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒറ്റയടിക്ക് കൊളായല്ലോ. എല്ലാം ഒന്നും ഒരുപോലെ വന്നതായിരുന്നു. എല്ലാം ആ ലില്ലി കാരണം നഷ്ടപ്പെട്ടു. ഇതിനുള്ള ശിക്ഷ നമുക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും. അമ്മേ, എന്താ? താമര എവിടെ? ആ വേലക്കാരി കൊച്ചിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ലില്ലിമോളുടെ വീട്ടിലോ? ലില്ലി മോളോ? മോളെ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു സാധനം. വേലക്കാരി, അത്ര വിളിച്ചാ മതി. എന്തിനാ അമ്മ അവളവിടെ പോയത്? ആ വേലക്കാരുടെ തലയ്ക്ക് ഹോസ്പിറ്റലിൽ പോണത്രേ. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മയ്ക്ക് മാന്യമായ രീതിക്ക് സംസാരിച്ചൂടെ? ഓ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. നിനക്ക് എന്നെ നന്നാക്കി തരാൻ പറ്റുമോ? അതിനെ പറ്റിയിരുന്ന എന്നാ ചെയ്തേനെ? അല്ലമ്മേ, ഞാനിപ്പോ താമര ചോദിച്ചു വന്നത് എന്താണെന്നറിയോ? അവളുടെ സ്കൂട്ടറിൽ ചാവി തന്നെ എനിക്കിന്ന് പോവാണ്ടായിരുന്നു അങ്ങാടി വരെ. അമ്മ, ചാവി ഒന്ന് എടുത്തരോ? ഞാൻ താമരയോട് വിളിച്ച് പറഞ്ഞോളാം. മോളെ, നീ സ്കൂട്ടറിൽ പോണ്ട. അതെന്താ അമ്മേ? ഇല്ല, നിന്നോട് പോണ്ടെന്നല്ലേ പറഞ്ഞേ. ഈ വണ്ടി പോണ്ട. അമ്മയ്ക്ക് അല്ലെങ്കിൽ താമര ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. താമര എല്ലാ കാര്യത്തിലും കുറ്റം പറയുന്ന അമ്മയ്ക്ക് അവളുടെ സ്കൂട്ടറി ഞാൻ എടുക്കണോ വേണ്ടെന്ന് അവളല്ലേ പറയേണ്ടത്.
എടുക്കണ്ട. അതത്ര നല്ല സ്കൂട്ടി അല്ല. താമരയോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി അവളുടെ സ്കൂട്ടിനോടൊന്നും ദേഷ്യം ആവശ്യമില്ല. അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല. അവളുടെ ഒരു കാര്യത്തിൽ അവൾ ശ്രദ്ധിക്കാറുമില്ല. പിന്നെ അവളുടെ സ്കൂട്ടി ഞാൻ എടുത്ത അമ്മയ്ക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല മോളെ. എടുത്ത് എനിക്ക് മോളെ നഷ്ടപ്പെടും. എന്താ അമ്മ പിച്ചുമായി പറയുന്നേ? ഒന്നുമില്ല. ഇല്ല, ഞാൻ ഈ സ്കൂട്ടി എടുക്കും. നോക്കിക്കോ.